നമസ്കാരം. രാധാദേവിയെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് വാക്കുകൾ കിട്ടില്ല. കാരണം ഭക്തിയുടെ എല്ലാ നിയമങ്ങൾക്കും അതീതം, അല്ലെങ്കിൽ ജ്ഞാനമാർഗത്തിൻ്റെ നിയമങ്ങൾക്കൊക്കെ അതീതം. വൈരാഗ്യത്തിന് പകരം രാഗം. ഇതെല്ലാം കൊണ്ടോ ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ മൂർത്തിയായ ശ്രീകൃഷ്ണനെ തൻ്റെ പ്രണയപാശം കൊണ്ട് ബന്ധിച്ച ഒരു കഥാപാത്രം, യോഗേശ്വരനായ കൃഷ്ണൻ. ആ കൃഷ്ണൻ ആരെ അന്വേഷിച്ചാണോ വൃന്ദാവനത്തിൽ ഓടി നടന്നത്, ആർക്കു വേണ്ടിയാണോ കണ്ണീർ പൊഴിച്ചത്, ആർക്ക് വേണ്ടിയാണ് അദ്ദേഹം ഈ മുരളീഗാനം ധാരധാരയായി ഒഴുക്കിയത്, എല്ലാം ആ രാധയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. രാധയില്ലാത്ത കൃഷ്ണൻ, രാധയും കൃഷ്ണനുമില്ലാത്ത വൃന്ദാവനം, ഇതൊന്നും നമ്മൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. ഞാൻ ഇത് പറഞ്ഞു വന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, ശാസ്ത്രം ഒരുപാട് വികസിച്ചു. നമ്മളിൽ എല്ലാവരിലും ധാരാളം ശാസ്ത്രബുദ്ധിയും ഉണ്ട്. അതായത് ലോജിക്കൽ ബ്രെയിൻ എന്ന് പറയും. എല്ലാവരും വളരെ യുക്തിയുക്തമായിട്ടാണ് ചിന്തിക്കുക. പക്ഷേ ഈശ്വരൻ്റെ അടുത്ത് ഈ യുക്തി ഒട്ടും വിലപ്പോവില്ല. ഈശ്വരന് വേണ്ടത് നിങ്ങളുടെ ഹൃദയമാണ്, നിങ്ങളുടെ മനസ്സാണ്. എത്രയൊക്കെ നിങ്ങൾ യുക്തി കൊണ്ട് ഈശ്വരനെ അളക്കാൻ നോക്കിയാലും ഒരു സ്കെയിൽ കൊണ്ട് ഈ കടലിൻ്റെ വലിപ്പം അളക്കാൻ നോക്കുന്ന പോലെയായിരിക്കും, സാധിക്കില്ല. എല്ലാ യുക്തിക്കും അതീതമായ ഒരു ഈശ്വര സങ്കല്പമാണ് രാധാകൃഷ്ണ സങ്കല്പം. അതെല്ലാ സദാചാര ബോധങ്ങളെയും വെല്ലുവിളിക്കുന്നു. ഭക്തി മാത്രമേ ശ്രീകൃഷ്ണോപാസനയിൽ പ്രധാനം, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ രാധാദേവി ഭക്തി മാത്രമല്ല. രാധാദേവി പ്രണയത്തിലൂടെയും കാമത്തിലൂടെയും പരിഭവങ്ങളിലൂടെയും രാസക്രീഡയിലൂടെയും എല്ലാം ഭഗവാനിൽ നിറഞ്ഞു നിന്നു. കഥയുണ്ട്. രാധ ചവച്ച താമ്പൂലം ശ്രീകൃഷ്ണൻ മേടിച്ച് ചവയ്ക്കുകയാണ്. ഒന്ന് ആലോചിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ, രാധാദേവി ചവച്ച താമ്പൂലം ഭഗവാൻ മേടിച്ച് ചവയ്ക്കണം. ഇത് കഥ മാത്രമല്ല. നാരദ പഞ്ചരാത്രം എന്ന താന്ത്രികമായിട്ടുള്ള ഗ്രന്ഥത്തിൽ ശ്രീകൃഷ്ണോപാസന വിശദമായി പ്രതിപാദിച്ചിട്ടുള്ള ആ ഗ്രന്ഥത്തിൽ ശ്രീമഹാദേവൻ നാരദർക്ക് ഉപദേശിക്കുന്നതായ ഒരു ഭാഗത്തിൽ ഈ പൂജാപദ്ധതി മഹാദേവൻ നാരദർക്ക് ഉപദേശിക്കുന്ന ആ സാഹചര്യത്തിൽ ഭഗവാൻ തന്നെ പറയാണ്, കൃഷ്ണൻ കൃഷ്ണചർവിതമായ താമ്പൂലം രാധയാൽ ചർവിതമാകുന്നു, രാധയുടെ ചർവിത താമ്പൂലം കൃഷ്ണനാൽ ചർവിതമാകുന്നു. ഇവർ തമ്മിൽ യാതൊരു ഭേദവും ഇല്ല എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കൃഷ്ണന്റെ ശക്തി സ്വരൂപമാണ് രാധ. എന്തുകൊണ്ടാണ് കൃഷ്ണന് മാത്രം ഒരു പ്രത്യേകമായ ശക്തി സ്വരൂപം? എല്ലാ ദേവന്മാർക്കും ശക്തി സ്വരൂപമുണ്ട്. ശിവന് പാർവതി, ബ്രഹ്മാവിന് സരസ്വതി, മഹാവിഷ്ണുവിന് ലക്ഷ്മി, ഇന്ദ്രന് ഇന്ദ്രാണി, അഗ്നിക്ക് സ്വാഹ. അങ്ങനെ എല്ലാ ദേവന്മാർക്കും, ഇപ്പോൾ ഗണപതിക്കോ സുബ്രഹ്മണ്യനോ എല്ലാവർക്കും, ശാസ്താവിനോ ഒക്കെ ഭാര്യമാരും അവരുടെ ശക്തി സ്വരൂപങ്ങളായിട്ടുണ്ട്.
കൃഷ്ണന് പ്രത്യേകമായിട്ടാണ് ഉള്ളത്. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം കൃഷ്ണൻ പൂർണ്ണാവതാരമാണ്. ഭഗവാന്റെ അവതാരങ്ങളിൽ, ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ പൂർണ്ണാവതാരം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെ മാത്രമാണ്. കൃഷ്ണൻ പൂർണ്ണാവതാരമാണ്. ആ പൂർണ്ണാവതാരമായ കൃഷ്ണന്റെ പൂർണ്ണമായ ശക്തിഭാവമാണ് രാധ. അതുകൊണ്ടാണ് ഇത്രമാത്രം രാധാദേവിക്ക് പ്രാധാന്യം വന്നത്. രാധയുടെ ഉപാസന ഇല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഉപാസന തന്നെ പൂർണ്ണമാവില്ല എന്ന ഒരു സത്യം തന്നെയുണ്ട്. സാന്ദ്രാനന്ദാവബോധാത്മകം. ഈ സാന്ദ്രമായ ആനന്ദം എന്ന വാക്കിലൂടെ തന്നെ എപ്പോഴും രാധയെ ആചാര്യന്മാർ സ്മരിക്കുന്നു. ഈ സാന്ദ്രാനന്ദം എന്ന ആ ഒരു പദം പല പ്രാവശ്യം നാരായണീയത്തിലെ മേൽപ്പത്തൂര് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇത് തന്നെ ഗീതാഗോവിന്ദത്തില് ജയദേവ കവിയും പല പ്രാവശ്യം ഈ ഒരു പദം, സാന്ദ്രാനന്ദം എന്ന പദം ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പൊ കൃഷ്ണന്റെ സാന്ദ്രമായ ആനന്ദത്തിൻ്റെ ഘനീഭൂതമായ സ്വരൂപമാണ് രാധ. അഥവാ കൃഷ്ണപ്രേമത്തിൻ്റെ, കൃഷ്ണസ്വരൂപത്തിൻ്റെ പരിപൂർണമായ സ്ത്രീഭാവമാണ് രാധ. രാധയും കൃഷ്ണനും തമ്മിൽ ഭേദം ഒന്നുമില്ല. അവർ രണ്ടും ഒന്നാണ്, അഭേദമാണ്. രണ്ടുപേരും അഭേദമാണ്. അതുകൊണ്ട് തന്നെയാണ് രാസേശ്വരിയായിട്ടുള്ള രാധാറാണിയുടെ ഉപാസന കൃഷ്ണനിലേക്ക് എത്താനുള്ള ഒരു എളുപ്പ വഴിയായിട്ട് പല ആചാര്യന്മാരും കരുതിയിട്ടുള്ളത്. നമ്മുടെ മതം, ഹിന്ദുമതം, എത്രയോ ഗ്രന്ഥങ്ങൾ, എത്രയോ ആശയ സംഹിതകൾ, ഇതെല്ലാം ചേർന്ന ഒരു വലിയ ഒരു വിജ്ഞാന ഭണ്ഡാരമാണ്. നമ്മുടെ മതത്തിൽ മാത്രമാണ് ഇത്രയധികം സ്വാതന്ത്ര്യം. ഭക്തിയുടെ എല്ലാ ഭാവങ്ങളും, ഈശ്വര ആരാധനയുടെ എല്ലാ ഭാവങ്ങളും, ഒരു മനുഷ്യനുണ്ടാകുന്ന എല്ലാ വികാര വിചാരങ്ങളിലൂടെയും ഈശ്വരനെ പ്രാപിക്കാം എന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു മതം കൂടിയാണ്. അതുകൊണ്ടാണ് രാസക്രീഡയിലൂടെ ഗോപികമാർ ഭഗവാനെ പ്രാപിച്ചത്, ആ ഭക്തിയിലൂടെ. രാധ ആ രാസമണ്ഡലത്തിന്റെ മധ്യസ്ഥയായി നിൽക്കുന്ന ദേവി കൂടി ആയത്. ഗീതാഗോവിന്ദം പലപ്പോഴും സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചിട്ടുണ്ടോ എന്നെല്ലാം ചോദിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവിടെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്, യുക്തി കൊണ്ട് ഭഗവാനെ അളക്കാൻ നോക്കരുത്. ഗീതാഗോവിന്ദം എഴുതുന്ന സമയത്ത് ഈ പരിഭവിച്ച് പിണങ്ങിപ്പോകുന്ന രാധയെ അനുനയിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ കൃഷ്ണൻ ആ രാധയുടെ പാദമെടുത്ത് തൻ്റെ ശിരസിൽ വയ്ക്കുന്ന ഒരു ഭാഗമുണ്ട്. 19ാമത്തെ അധ്യായത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ ഒരു ഭാഗം വന്നപ്പോൾ ജയദേവ കവിക്ക് വല്ലാത്തൊരു പരിഭ്രമായി. ഭഗവാൻ ഒരു സ്ത്രീയുടെ പാദം എടുത്ത് തലയിൽ വയ്ക്കുമോ? ഇങ്ങനെ എഴുതിയാൽ അത് ഭഗവാൻ ഇഷ്ടാവില്ലേ? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ, അദ്ദേഹം വലിയൊരു രാധാഭക്തനാണ്. അദ്ദേഹത്തിന് ഹൃദയത്തിൽ വല്ലാത്ത ഒരു ആശയക്കുഴപ്പമുണ്ടായി. എന്തെങ്കിലും കുളിച്ചിട്ട് വന്നിട്ടാവാമെന്ന് കരുതി അദ്ദേഹം എണ്ണയെല്ലാം തേച്ച് കുളിക്കാൻ വേണ്ടി പുറപ്പെട്ടു. ഭാര്യയായ പത്മാവതിയോട് പറഞ്ഞു, ഞാൻ കുളിച്ചിട്ട് വരാം, കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി എഴുതാം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ പോണ വഴിക്കൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. ഇത് എഴുതണോ വേണ്ടിയോ, ഭഗവാന് പിണക്കാവോ, എന്താന്ന് പറയില്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ജയദേവ കവി അദ്ദേഹം തിരിച്ചു വന്നു. ഭാര്യയായ പത്മാവതിയോട് പറഞ്ഞു, എനിക്ക് കിട്ടി, ഞാൻ എഴുതാം, അത് ഞാൻ വിചാരിച്ച പോലെ എഴുതിയെന്ന് കരുതി, യാതൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ പുസ്തകം, എഴുതിക്കൊണ്ടിരുന്ന ആ പുസ്തകം മേടിച്ചിട്ട് ആ വിട്ടുപോയ 19ാമത്തെ ആ ഭാഗം അവിടെ ജയദേവ കവി എഴുതി ചേർത്തു.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഇങ്ങനെ എണ്ണ പോയി. എണ്ണ തെച്ചിട്ടാണല്ലോ കുളിക്കാൻ പോവുക. അപ്പോൾ ഭാര്യ പത്മാവതിയോട് പറഞ്ഞു, എൻ്റെ കണ്ണിൽ എണ്ണ പോയി, ഇത് നീ ഒന്ന് തുടച്ചു തരൂ എന്ന് പറഞ്ഞിട്ട് ആ ഭാര്യയുടെ ആ വസ്ത്രത്തിൻ്റെ സാരിത്തുമ്പ് കൊണ്ടൊന്ന് കണ്ണിങ്ങനെ തുടച്ച് കണ്ണിലെ എണ്ണ അങ്ങോട്ട് മാറ്റി. അപ്പോൾ ആ എണ്ണ കുറച്ചൊക്കെ ഈ പുസ്തകത്തിലും പറ്റിപ്പിടിച്ചു. അദ്ദേഹം തിരിച്ചു കുളിക്കാൻ പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ജയദേവ കവി കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് പത്മാവതിയോട് പറഞ്ഞു, പത്മാവതി എനിക്ക് കിട്ടി, അത് എടുത്തുകൊണ്ട് വരൂ, ഞാനത് എഴുതി പൂരിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പത്മാവതി ചോദിച്ചു, നിങ്ങളല്ലേ കുറച്ച് മുമ്പ് വന്നത്, നിങ്ങളിതാ ഇത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ. അപ്പോൾ നോക്കുമ്പോൾ ആ പുസ്തകത്തിൻ്റെ പേജുകളിലൊക്കെ ഈ എണ്ണ ഇങ്ങനെ പുരണ്ടിരിക്കണം. പത്മാവതിയുടെ സാരിയുടെ തുമ്പിലും എണ്ണ പറ്റിയിട്ടുണ്ട്. പത്മാവതി പറയും, നിങ്ങളല്ലേ ഇതൊക്കെ ചെയ്തത്, എന്താ പിന്നെ? പെട്ടെന്ന് തന്നെ ജയദേവ കവിക്ക്, അദ്ദേഹം അല്ല വന്നത്, അദ്ദേഹത്തിന് അതറിയാം, അദ്ദേഹം കുളിക്കുക തന്നെയായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായി ആ ജയദേവന്റെ രൂപത്തിൽ വന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണെന്ന് മനസ്സിലായി. അദ്ദേഹം ആനന്ദ നൃത്തം ചെയ്തു. തൻ്റെ ഭാര്യയോട് പറഞ്ഞു, നീ എത്രയോ പുണ്യവതിയാണ്, നിന്റെ സാരിത്തുമ്പ് ഇതാ മാധവൻ കണ്ണുകൊണ്ട് തുടച്ചിരിക്കുന്നു, ആ ഭഗവാന്റെ കയ്യിൽ പറ്റിപ്പിടിച്ച എണ്ണ അതാ പുസ്തകത്തിൽ പറ്റിയിരിക്കുന്നു, നിന്റെ ദേഹത്തെ പറ്റിയിരിക്കുന്നു, നീ എത്ര ഭാഗ്യവതിയാണ്, എന്നേക്കാൾ ഭാഗ്യവതി നീയാണല്ലോ എന്ന് പറഞ്ഞ് ആ പത്മാവതി അദ്ദേഹം നമസ്കരിച്ചു എന്നാണ് പറയുന്നത്, ഭാര്യ. അപ്പോൾ ആ രാധയുടെ പാദം തൻ്റെ ശിരസിൽ വയ്ക്കുന്നത് ഭഗവാൻ അത്രയ്ക്ക് പ്രിയമായിരുന്നു. ആ ഭാഗമാണ്, ആ ശിരസിൽ വയ്ക്കുന്ന ആ ഭാഗമാണ് ഭഗവാൻ തന്നെ എഴുതി ചേർത്തത്. അപ്പം അത്രമാത്രം രാധയോട് പ്രണയം, രാധയോടുള്ള സ്നേഹം ഭഗവാൻ ഉണ്ടായിരുന്നു. വിശ്വത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ നിയന്ത്രിച്ചിരുന്നത് ആ രാധയായിരുന്നു, ആണെന്ന് തന്നെ പറയാം. എന്തുകൊണ്ടാണ് രാധയ്ക്ക് ആ ശക്തി കിട്ടിയത്? രാധയുടെ നിഷ്കളങ്കമായ പ്രണയം, തീവ്രമായ ഭക്തി. തീവ്രമായ ഭക്തിയാണോ പ്രണയമാണോ കാമമാണോ എന്താണെന്നൊന്നും അവിടെ വ്യവച്ഛേദിക്കാൻ പറ്റില്ല. ഏറ്റവും ഉദാത്തമായ അനുഭൂതിദായകമായ എന്തോ ഒന്ന് രാധയിൽ നിന്ന് കൃഷ്ണനിലേക്ക് അനവരതം പ്രവഹിച്ചിരുന്നു. ധാരധാരയായി, ധാരയാണല്ലോ അങ്ങനെ ഒരു മുറിയാണ്ട് പ്രവഹിക്കുന്ന ഒന്നിനെ ധാര എന്നാ പറയാ. രാധ എന്നുള്ള വാക്ക് തിരിച്ചിട്ട് ആ ധാര എന്നാവും. ആ കൃഷ്ണനോടുള്ള, ആ കൃഷ്ണനെ തന്നെ ചിന്തിച്ച് ഒരു നിമിഷം പോലും കൃഷ്ണനെ മറക്കാത്ത ആ അവസ്ഥ, ആ കൃഷ്ണഭക്തിയുടെ ധാരയാണ് ആ രാധ. ഇത് പലപ്പോഴും യുക്തിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ ധരിച്ചിരുന്നത്, ഞാനൊക്കെ ധരിച്ചിരുന്നത് അങ്ങനെ രാധയുടെ ഉപാസനയ്ക്ക് എല്ലാ പ്രാധാന്യം മറ്റുള്ള വഴികളിലൂടെയെന്നാണ്. പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് ഹിമാലയത്തിലെ പല സന്യാസ മഠങ്ങളും ഈ സന്യാസ പരിശീലനത്തിന് വേണ്ടി അവർ പല സ്ഥലങ്ങളിലേക്കും ആ ആളുകളെ അയക്കും, ആ സന്യാസിമാരെ അയക്കും. അതിൽ ഒരു സ്ഥലമാണ് വൃന്ദാവനം, രാധാകുണ്ട്. അവിടെ ഇരുന്ന് ആ രാധയെ ഭജിച്ച് രാധയുടെ അനുഗ്രഹത്താൽ മാത്രമാണ് അവർക്ക് ആത്മീയമായ ആ ഉത്കർഷം, ഉന്നതി ലഭിക്കുന്നത് എന്നാണ് ഇന്നും പലരും വിശ്വസിച്ച് വരുന്നത്. നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. നമ്മൾ നോക്കുമ്പോൾ രാധാദേവി രാസക്രീഡയുടെയും അല്ലെങ്കിൽ പ്രണയത്തിൻ്റെയും ഒക്കെ ഒരു ഭാഗമാണ്. ഈ സർവസംഘ പരിത്യാഗികളായിട്ടുള്ള സന്യാസിമാർക്ക് എന്താണ് രാധയോടുള്ള, രാധയെ ഉപാസിക്കുന്നതിൻ്റെ കാരണം എന്ന് അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷേ പലരും പറഞ്ഞിട്ടുണ്ട്, രാധാദേവിയുടെ പ്രത്യക്ഷ ദർശനം ഈ രാധാകുണ്ടിലും വൃന്ദാവനത്തിലൊക്കെ ധാരാളം പേർക്ക് ലഭിച്ചിട്ടുണ്ട്. അത്ര ശക്തിയുള്ള ആ ചൈതന്യ സ്വരൂപമാണ് ശ്രീകൃഷ്ണൻ്റെ ആ സ്ത്രീഭാവം, ആ സ്ത്രീ ശക്തി തന്നെയാണ് രാധാദേവി. ആ രാധാദേവിയുടെ മന്ത്രം ജപിക്കുന്നത് ശ്രീകൃഷ്ണ പ്രീതിക്കും ശ്രീകൃഷ്ണൻ്റെ ആ തത്വഗ്രഹണത്തിനും എല്ലാം വളരെ വിശേഷമാണ്. രാധാദേവിയുടെ ബീജമന്ത്രം രാം എന്നാണ്. രാം എന്നാണ് ആ ബീജമന്ത്രം. രാം രാസേശ്വരി രാധികായേ നമ എന്നാണ് ആ മന്ത്രം. രാം രാസേശ്വരി രാധികായേ നമ. ഈ മന്ത്രം എല്ലാവരും ജപിക്കണം. പ്രത്യേകിച്ചും ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാർ, ശ്രീകൃഷ്ണ ഭക്തന്മാർ എല്ലാവരും ഈ രാധികാ മന്ത്രം ജപിച്ചാൽ രാധിക എവിടെയുണ്ടോ അവിടെ ശ്രീകൃഷ്ണനുണ്ട്.
ഒരു സംശയവുമില്ല. കൃഷ്ണൻ തേടി അലഞ്ഞു നടന്നത് മുഴുവൻ രാധികയാണ്. ഒരു നിമിഷം പോലും രാധാദേവിയെ പിരിഞ്ഞിരിക്കാൻ ഭഗവാന് സാധിക്കുമായിരുന്നില്ല. അതിൻ്റെ എല്ലാം സത്യം, അതിൻ്റെ യുക്തി ഭഗവാനല്ലാതെ വേറെ ആർക്കും അറിയില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം രാധേ രാധേ എന്ന് വിളിച്ചുകൊണ്ട് വൃന്ദാവനത്തിലും കാളിന്തിയുടെ തീരങ്ങളിലും എല്ലാം അലഞ്ഞു നടന്നേ എന്ന് നമുക്കറിയില്ല. ഒന്നു മാത്രം അറിയാം, കൃഷ്ണൻ ഏറ്റവും പ്രിയങ്കരം രാധയാണ്. ആ രാധാദേവിയുടെ മന്ത്രം ജപിക്കുന്നവരെയും ശ്രീകൃഷ്ണന് ഏറ്റവും പ്രിയമായിരിക്കും. എവിടെ രാധാമന്ത്രമുണ്ടോ അവിടെ ഭഗവാൻ ഉണ്ടാവും, ഭഗവാന്റെ ഓടക്കുഴലുണ്ടാവും, ഭഗവാന്റെ ഗോക്കളുണ്ടാവും, ഭഗവാന്റെ ഗോകുലം അങ്ങോട്ട് തനിയേ വരും. എല്ലാവരും രാസേശ്വരി രാധേ നമ എന്നുള്ള മന്ത്രം എല്ലാവരും ജപിക്കുക. നമസ്കാരം.